ഇന്ത്യ അടക്കമുള്ള സുഹൃത്ത് രാജ്യങ്ങൾക്കായി ഹോർമുസ് കടലിടുക്ക് തുറന്നതായി ഇറാൻ വ്യക്തമാക്കിയതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്ക് രാജ്യം തുടക്കമിട്ടു. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ എന്ന പേരിൽ നാവികസേനയെ വിന്യസിച്ചാണ് കപ്പലുകൾ തിരിച്ചെത്തിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നതെന്ന് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ 5-ലേറെ കപ്പലുകൾ ഹോർമുസിനരികിലായി വിന്യസിച്ചതായാണ് റിപ്പോർട്ടുകൾ. LPG, LNG, ക്രൂഡ് ഓയിൽ എന്നിവയടക്കം നിലവിൽ 20 കപ്പലുകളാണ് ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവയെ രാജ്യത്തെത്തിക്കുകയാണ് ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ നാവികസേന ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്ത്യ, റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി ചരക്കുനീക്കം നടത്താമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഉദ്ധരിച്ച് മുംബൈയിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇറാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഇന്ത്യയുടെ 2 ഇന്ധന ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നിരുന്നു. ഇവയ്ക്ക് നാവികസേന അകമ്പടിയും നൽകിയിരുന്നു. 92,000 ടൺ LPG ആണ് ഈ കപ്പലുകളിൽ ഉള്ളതെന്നാണ് വിവരം. ഇവ ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തെത്തുമെന്നാണ് റിപ്പോർട്ടുള്ളത്. ഹോർമുസ് കടലിടുക്ക് അടച്ചിടരുതെന്നും എല്ലാ രാജ്യങ്ങൾക്കും ചരക്ക് നീക്കത്തിനുള്ള അവസരമൊരുക്കണമെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ്റെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് ഹോർമുസിലൂടെ കടന്നു പോകാമെന്ന് ഇറാൻ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം US ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമുസ് കടലിടുക്കിൽ പലയിടങ്ങളിലായി ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവ കപ്പലുകൾക്ക് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുത്തുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷിത മാർഗ്ഗങ്ങളിൽ കൂടിയായിരിക്കും ഇന്ത്യൻ കപ്പലുകൾ കടന്നു പോവുകയെന്നും നാവികസേന ഇവയ്ക്ക് മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്.